നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആംഗ്ലോ ഫ്രഞ്ച് വാർ അല്ലെങ്കിൽ കർണാട്ടിക് വാർസ്. The Carnatic Wars were a series of military conflicts in the middle of the 18th century in Indian coastal Carnatic region. ഇന്ത്യയുടെ കോസ്റ്റൽ കർണാട്ടിക് റീജിയനിൽ നടന്ന 18ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സീരീസ് ഓഫ് മിലിറ്ററി കോൺഫ്ലിക്ട്സിനെയാണ് നമ്മൾ കർണാട്ടിക് വാർസ് എന്നറിയപ്പെടുന്നത്. ഈ കർണാട്ടിക് വാർ നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ്. അപ്പൊ അതിനാ പേര് കിട്ടാൻ കാരണം ഇന്ത്യയിലെ കർണാടകയുടെ കോസ്റ്റൽ റീജിയനിൽ വെച്ച് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്ട്സ് നടന്നതിനാലാണ് അതിനെ കർണാട്ടിക് വാർസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. 3 കർണാട്ടിക് വാർസ് വർ ഫോർട്ട് ബിറ്റ്വീൻ 1744 ആൻഡ് 1763. 1744നും 1763നും മധ്യേ 3 കർണാട്ടിക് വാറുകളാണ് നടന്നിട്ടുള്ളത്. They were fought between the French East India Company and the British East India Company. അപ്പൊ ഈ കർണാട്ടിക് വാറുകൾ അല്ലെങ്കിൽ ആംഗ്ലോ ഫ്രഞ്ച് വാറുകളൊക്കെ നടന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് മിലിറ്ററി കോണ്ടസ്റ്റ്, ഈ മിലിറ്ററി കോണ്ടസ്റ്റുകളുടെ ഭാഗമായിട്ടാണ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സ് ഡൊമിനൻസ് എമംഗ് ദ യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് വിത്തിൻ ഇന്ത്യ. ഈ ആംഗ്ലോ ഫ്രഞ്ച് വാറിന്റെ ഒരു ഫലമായിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറ്റുള്ള യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസിനിടയിൽ ഡൊമിനൻസ് നേടുകയും ഇന്ത്യയുടെ കൺട്രോള് അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരിവിടെ ഇന്ത്യ ആൻഡ് ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് രാജ്, ഇവിടെ അവർ ബ്രിട്ടീഷ് രാജ് കൊണ്ടുവരാനൊക്കെ കാരണം ഈ ആംഗ്ലോ ഫ്രഞ്ച് വാറിൽ ഇവർ നേടിയ ഡൊമിനൻസ് ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു കർണാട്ടിക് വാർസ് 3 ഉണ്ടെന്ന്. അതിൽ ആദ്യത്തെ കർണാട്ടിക് വാർസ് ഫസ്റ്റ് കർണാട്ടിക് വാർ ആണ്. അതിന്റെ ഇയർ 1746 മുതൽ 1748 വരെയാണ്. 1746 മുതൽ 1748 വരെയാണ്. ഇൻ ദ ഫസ്റ്റ് കർണാട്ടിക് വാറിൽ ജോസഫ് ഫ്രാങ്കോയിസ് ഡുപ്ലെക്സ്, പേര് മറന്നു പോകരുത്, ജോസഫ് ഫ്രാങ്കോയിസ് ഡുപ്ലെക്സ്, ദ ഗവർണർ ഓഫ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ക്യാപ്ചേർഡ് ദ ബ്രിട്ടീഷ് ടെറിട്ടറി ഓഫ് മദ്രാസ്. ഇദ്ദേഹം ഈ ജോസഫ് ഫ്രാങ്കോയിസ് ഡുപ്ലെക്സ് എന്നുള്ള ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ബ്രിട്ടീഷ് ടെറിട്ടറി ആയിരുന്ന മദ്രാസ് പിടിച്ചടക്കുകയാണ്. ബട്ട് ത്രൂ ദ ട്രീറ്റി ഓഫ് എക്സ്ലാ ചാപ്പലെ എന്നുള്ള ട്രീറ്റി പ്രകാരം 1748 മദ്രാസ് വാസ് ഗിവൺ ബാക്ക് ടു ദ ബ്രിട്ടീഷ്. മദ്രാസ് ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുത്തു. This war was principally notable in India as the first military experience of Robert Clive. നമ്മുടെ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന റോബർട്ട് ക്ലൈവിന്റെ ഇൻട്രൊഡക്ഷൻ, അത് കാരണമാണ് ഇത് പ്രിൻസിപ്പലി നോട്ടബിൾ ആയിട്ടുള്ള ഈ ഫസ്റ്റ് കർണാട്ടിക് വാറിൽ ഡുപ്ലെക്സിനെ ഒപ്പോസ് ചെയ്യാനുണ്ടായിരുന്ന മെയിൻ വ്യക്തി എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് ഡുപ്ലെക്സ് ആയിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലവൻ ഈ യുദ്ധത്തിൽ. അതുപോലെ തന്നെ അവര് മദ്രാസ് ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചടക്കുകയും ആക്സിലെ ചാപ്പല എന്ന ഒരു ട്രീറ്റി പ്രകാരം ഈ യുദ്ധം അവസാനിപ്പിക്കുകയും മദ്രാസ് ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനകത്ത് വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയാൻ റോബർട്ട് ക്ലൈവിന്റെ പ്രസൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് കർണാട്ടിക് വാർ ആണ്. സെക്കൻഡ് കർണാട്ടിക് വാർ 1749 1754 അപ്പൊ ഈ കർണാട്ടിക് വാർസിന്റെ ഒക്കെ റൂട്ട് പോകുന്നത് ഇംഗ്ലണ്ടും ഫ്രഞ്ച് കമ്പനിയും, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യൂറോപ്പിൽ നടക്കുന്ന യുദ്ധത്തിനെ തുടർന്ന് ഇന്ത്യയിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സുകളാണ് ഈ കർണാട്ടിക് വാർസ്. അപ്പൊ ഈ സെക്കൻഡ് കർണാട്ടിക് വാർസ് നടക്കുന്ന സമയത്ത് അതൊരു അൺഒഫീഷ്യൽ വാർ ആയിരുന്നു. ശരിക്കും അതൊരു അൺഒഫീഷ്യൽ വാർസ് ഫോർ ബിറ്റ്വീൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബിക്കോസ് ആ സമയത്ത് ഇവിടെ ഈ സെക്കൻഡ് കർണാട്ടിക് വാർ നടക്കുന്ന സമയത്ത് യൂറോപ്പില് പീസ് ആയിരുന്നു, സമാധാനമായിരുന്നു. അതായത് ഈ 2 പവേഴ്സ് തമ്മിൽ, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ അവിടെ ഒരു പീസ്, സമാധാനപരമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്ന സമയത്താണ് ഇവിടെ ഈ സെക്കൻഡ് കർണാട്ടിക് വാർ എന്നുള്ളൊരു അൺഒഫീഷ്യൽ വാർ നടക്കുന്നത്. ഇറ്റ്സ് റൂട്ട് ലേയിങ് ഇൻ ഡുപ്ലെക്സ് സ്കിൽഫുൾ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ കൺഫ്യൂസ്ഡ് പൊളിറ്റിക്സ് ഓഫ് ദ റീജിയൻ ടു എൻഹാൻസ് ഫ്രഞ്ച് പവർ ത്രൂ എ നേറ്റീവ് അലയൻസ്. ഇത് ഒരു ഡുപ്ലെക്സിന്റെ തന്ത്രപരമായിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഈ സെക്കൻഡ് കർണാട്ടിക് വാർ. അദ്ദേഹം ആ സമയത്ത് ഇവിടെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ഏത് ഭാഗം ചേരണം എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ റീജിയനിലുള്ള നാട്ടുരാജാക്കന്മാര്, ആ നേറ്റീവ് അലയൻസസ് അവരെയും കൂടെ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ, അല്ലെങ്കിൽ അവരെയും കൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡുപ്ലെക്സിന്റെ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള നീക്കമായിരുന്നു സെക്കൻഡ് കർണാട്ടിക് വാർ.
ദ ഫ്രഞ്ച് വെയർ ഇനിഷ്യലി സക്സസ്ഫുൾ. ഈ കാര്യത്തിൽ ഫ്രാൻസ് ഇനിഷ്യലി സക്സസ്ഫുൾ ആയിരുന്നു. ഹൗവർ പക്ഷേ ദ അറൈവൽ ഓഫ് റോബർട്ട് ക്ലൈവ് ടേൺ ദ ടേബിൾ ഓൺ ദ ഫ്രഞ്ച്. റോബർട്ട് ക്ലൈവ് വന്നതോടുകൂടി ഇവരുടെ എല്ലാ സക്സസും അല്ലെങ്കിൽ ഇവരുടെ എല്ലാ ലക്ഷ്യങ്ങളും നഷ്ടപ്പെട്ടുപോയി. ഡുപ്ലെക്സ് വാസ് റീകാൾഡ് ടു ഫ്രാൻസ് ഇൻ 1754. ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറായിരുന്ന ഡുപ്ലെക്സിനെ ഫ്രാൻസിലേക്ക് തിരിച്ചു മടക്കി വിളിക്കുകയാണ് 1754. ദ വാർ എൻഡഡ് വിത്ത് ദ ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി സൈൻഡ് ഇൻ 1754. ഈ സെക്കൻഡ് കർണാട്ടിക് വാർ എൻഡ് ചെയ്തത് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി 1754 സൈൻ ചെയ്ത ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി പ്രകാരമാണ്. ചാൾസ് ഗഡിഹു എന്നൊരാള് ഡുപ്ലെക്സിനെ റീപ്ലേസ് ചെയ്തു. ചാൾസ് ഗോഡിഹു എന്നൊരാള് ഡുപ്ലെക്സിനെ റീപ്ലേസ് ചെയ്ത ഡുപ്ലെക്സിനെ മടക്കി വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് പകരം അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളാണ് ഈ ചാൾസ് ഗോഡിഹു. അതുപോലെ തന്നെ ഇതിനകത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദ സീഗ് ഓഫ് ആർക്കോട്ട് ആണ്. ദർ വാസ് എ മേജർ ബാറ്റിൽ ഫോർട്ട് ബിറ്റ്വീൻ റോബർട്ട് ക്ലൈവ് ആൻഡ് ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് ദ മുഗൾ എംപയേഴ്സ് നവാബ് ഓഫ് കർണാട്ടിക് ചന്ദ സാഹിബ് assisted by a small number of troops from the French East India Company. അതായത് ഇന്ത്യയിലെ മുഗൾ രാജാവായിരുന്ന നവാബ് ഓഫ് കർണാടകയിലെ നവാബായിരുന്ന ചന്ദ സാഹിബ് ഫ്രഞ്ചുകാരുടെ സഹായത്തോടുകൂടി ബ്രിട്ടീഷുകാർ നയിക്കുന്ന റോബർട്ട് ക്ലൈവും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് സീഗ് ഓഫ് ആർക്കോട്ട്. അത് 1751 നടന്നത്. ദ സീഗ് ഓഫ് ആർക്കോട്ട് 1751. അതാണ് സെക്കൻഡ് കർണാട്ടിക് വാറിലെ ഒരു പ്രധാനപ്പെട്ട ഈവന്റ് എന്ന് പറയാനുള്ളത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് കർണാട്ടിക് വാർ ആണ്. അത് 1756 ടു 1763 വരെയാണ്. ഈ 7 ഇയേഴ്സ് വാർ, യൂറോപ്പിൽ 7 ഇയേഴ്സ് വാർ നടക്കുന്ന സമയത്ത് ഇവിടെ നടന്ന കോൺഫ്ലിക്റ്റ് ആണ് തേർഡ് കർണാട്ടിക് വാർ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷ് ഫോഴ്സസ് ഇൻ ഇന്ത്യ. സർ ഐർകൂട്ട് decisively defeated the French, commanded by the Count de Lally at the Battle of Vandivash in 1760. 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധത്തില് കൗണ്ട് ഡി ലാലി ആണ് ഫ്രഞ്ചിനെ കമാൻഡ് ചെയ്യുന്നത്. അവരുടെ സേനയെ സർ ഐർകൂട്ട്, അതായത് ബ്രിട്ടീഷ് ഫോഴ്സസിന്റെ കമാൻഡർ സർ ഐർകൂട്ട് പരാജയപ്പെടുത്തി. വാണ്ടിവാഷ് യുദ്ധം 1760 ഇയർ മറന്നു പോകരുത്. വാണ്ടിവാഷ് യുദ്ധം നടന്നത് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലാണ്. ഇംഗ്ലീഷിന്റെ കമാൻഡർ സർ ഐർകൂട്ടും ഫ്രഞ്ചിന്റെ കമാൻഡർ കൗണ്ട് ഡി ലാലിയായിരുന്നു. ആഫ്റ്റർ വാണ്ടിവാഷ് ദ ഫ്രഞ്ച് ക്യാപിറ്റൽ ഓഫ് പോണ്ടിച്ചേരി ഫെൽ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ബ്രിട്ടീഷ് ഇൻ 1761. ഈ വാണ്ടിവാഷ് യുദ്ധത്തിന് ശേഷം ഫ്രഞ്ച് ക്യാപിറ്റൽ ആയിരുന്ന പോണ്ടിച്ചേരി ബ്രിട്ടീഷുകാരുടെ കൈകളിൽപ്പെടുകയാണ്. ദ വാർ കൺക്ലൂഡഡ് വിത്ത് ദ സൈനിങ് ഓഫ് ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1763. ഈ വാർ കൺക്ലൂഡ് ചെയ്തത് സൈനിങ് ദ ട്രീറ്റി ഓഫ് പാരീസ് ട്രീറ്റി പ്രകാരമാണ്. 1763 പാരീസ് ട്രീറ്റി പ്രകാരമാണ് തേർഡ് കർണാട്ടിക് വാർ കൺക്ലൂഡ് ചെയ്യുന്നത്. ദ ഫ്രഞ്ച് എഗ്രീഡ് ടു സപ്പോർട്ട് ബ്രിട്ടീഷ് ക്ലയന്റ് ഗവൺമെന്റ്സ്, ദസ് എൻഡിങ് ഫ്രഞ്ച് ആംബിഷൻ of an Indian empire and making the British the dominant foreign power in India. ഈ വാറിൽ കൂടെ ഇവരുടെ സകലമായ സ്വപ്നങ്ങളും അവസാനിച്ചു. ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള അവരുടെ ടെറിട്ടോറിയൽ അംബീഷനും എല്ലാം ഇവിടെ അവസാനിക്കുകയും ബ്രിട്ടീഷിനെ ഇവരൊരു ഡൊമിനന്റ് ഫോറിൻ പവർ, ഇന്ത്യയിൽ ഒരു ഡൊമിനന്റ് ഫോറിൻ പവർ ആക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഫസ്റ്റ് കർണാട്ടിക് വാർ, അതിന്റെ ഇയർ, അതിന്റെ കമാൻഡർ ജോസഫ് ഫ്രാങ്കോസ് ഡുപ്ലെക്സ്, അതുപോലെ തന്നെ മദ്രാസ് ടെറിട്ടറി അക്വയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനകത്ത് റോബർട്ട് ക്ലൈവിന്റെ പ്രസൻസ്, പിന്നെ ട്രീറ്റി അതായത് ഫസ്റ്റ് കർണാട്ടിക് വാർ അവസാനിച്ച ട്രീറ്റി ആക്സിലാർ ചാപ്ലെ എന്നുള്ള ട്രീറ്റിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് കർണാട്ടിക് വാർ 1749 to 1754 ആണ്. അതിനകത്ത് നമ്മുടെ ഡുപ്ലെക്സിനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. റോബർട്ട് ക്ലൈവ് ആണ് അവിടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ അത് അവസാനിക്കുന്നത് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി പ്രകാരമാണ്. ഡുപ്ലെക്സിനെ റീപ്ലേസ് ചെയ്തെന്ന ആളിനെ മറക്കരുത്. ചാൾസ് കോഡിഹ്യൂ എന്ന് പറയുന്ന ക്യാപ്റ്റൻ ആണ് ഡുപ്ലെക്സിനെ റീപ്ലേസ് വന്നത്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ദ സീഗ് ഓഫ് ആർക്കോട്ട് ആണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു. തേർഡ് കർണാട്ടിക് വാറിൽ നമ്മൾ പറഞ്ഞത് ഇവര് പോണ്ടിച്ചേരി, അതായത് വാണ്ടിവാഷ് യുദ്ധത്തിലൂടെ പോണ്ടിച്ചേരി കൈക്കലാക്കുകയാണ്. ബ്രിട്ടീഷ് കമാൻഡന്റ് സർ ഐർകൂട്ടും ഫ്രഞ്ച് കമാൻഡന്റ് കൗണ്ട് ഡി ലാലിയുമാണ്. ഇത് അവസാനിച്ചതും ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരമാണ് 1700. അത് ആ 3 ട്രീറ്റീസും മറന്നു പോകാൻ പാടില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് കോസസ് ഫോർ ദ ഡൗൺഫാൾ ഓഫ് ഫ്രഞ്ച് പവർ ആണ്. ഇത് മെയിൻസിന്റെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കോസസ് ഫോർ ദ ഡൗൺഫാൾ ഓഫ് ഫ്രഞ്ച് പവർ. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ദ സുപ്പീരിയർ നേവൽ പവർ ഓഫ് ദ ബ്രിട്ടീഷ് കപ്പിൾഡ് വിത്ത് ദ സപ്പോർട്ട് ഫ്രം ദ ഹോം ഗവൺമെന്റ് വിത്ത് റിസോഴ്സസ്. നേവൽ പവറിൽ സുപ്പീരിയോറിറ്റി ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർക്കാണ്. ഫ്രഞ്ചുകാർക്ക് അത്രയും പവർ ഇല്ല, നേവൽ സുപ്രീമസി ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഹോം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വിത്ത് ഫുൾ റിസോഴ്സസോട് കൂടിയിട്ടുള്ള സപ്പോർട്ടും ബ്രിട്ടീഷുകാർക്ക്
ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ദ ഫ്രഞ്ച് ആൻഡ് ദ ബ്രിട്ടീഷ് ബോത്ത് ഹാഡ് സുപ്പീരിയർ ലീഡേഴ്സ് ബട്ട് ദ ലാറ്റർ വർക്ക്ഡ് ഇൻ ബെറ്റർ കോർഡിനേഷൻ വിത്ത് ദർ സബോർഡിനേറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ നേറ്റീവ് അലീസ്. ഫ്രഞ്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും സുപ്പീരിയർ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ബ്രിട്ടീഷുകാർ അവരുടെ സബോർഡിനേറ്റ്സിന്റെ കൂടെ, അതായത് ഇൻക്ലൂഡിംഗ് ദ നേറ്റീവ് അലീസിന്റെ കൂടെ തന്നെയും നല്ല കോർഡിനേഷനിലാണ് യുദ്ധത്തിൽ മുന്നോട്ട് നീങ്ങിയത്. അതും അവരുടെ വിജയത്തിന് കാരണമായി. ദ വെൽത്ത് ഓഫ് ദ ഫ്രഞ്ച് ട്രേഡിംഗ് കമ്പനി വാസ് നോട്ട് ടു വെൽ ആൻഡ് വാസ് ഓൺ ദ ഇൻഫീരിയർ സൈഡ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ട്രേഡിംഗ് കമ്പനിയുടെ വെൽത്ത് അവർക്ക് വലിയ ഒരു സാമ്പത്തിക സ്ഥിതിയിലൊന്നും അല്ലായിരുന്നു. അത് അവര് ബ്രിട്ടീഷുകാർക്ക് ആ സമയത്ത് എക്കണോമിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വെൽത്തിന്റെ കാര്യത്തിൽ അവർ ഇൻഫീരിയർ ആയിരുന്നു, ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഇൻഫീരിയർ ആയിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു, ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു ഡുപ്ലെക്സിനെ നമ്മൾ കണ്ടു. സെക്കൻഡ് കർണാട്ടിക് വാറിന്റെ ടൈമിൽ ഡുപ്ലെക്സിനെ തിരിച്ചു വിളിക്കുകയായിരുന്നു. അപ്പൊ ആ ഡുപ്ലെക്സിനെ റീകോൾ ചെയ്തത് ഒരു നല്ല സമയത്തല്ല, നോട്ട് വെൽ ടൈംഡ് എന്നാണ് പറയുന്നത്. നോ അതർ ലീഡേഴ്സ് കുഡ് സപ്ലിമെന്റ് ദ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഓഫ് ഡുപ്ലെക്സിന്റെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ലീഡർ ആ സമയത്ത് ഫ്രഞ്ചുകാർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. അപ്പൊ മെയിൻ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിച്ച് കണ്ടിട്ട് വരുന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കോസസ് ഫോർ ദ ഡൗൺഫാൾ ഓഫ് ഫ്രഞ്ച് പവർ, അല്ലെങ്കിൽ കോസസ് ഫോർ ദ ഡൗൺഫാൾ ഓഫ് ഫ്രഞ്ച് പവർ, അല്ലെങ്കിൽ കോസസ് ഫോർ ദ ഫെയിലിയർ ഓഫ് ഫ്രഞ്ച് ഇൻ ആംഗ്ലോ ഫ്രഞ്ച് വാർസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആംഗ്ലോ ഫ്രഞ്ച് വാർ അല്ലെങ്കിൽ കർണാട്ടിക് വാർസിനെ കുറിച്ച് പറയാനുള്ളത്. നോട്ട്സ് കൂടി PDF ഉൾപ്പെടുത്തിയിരിക്കുക, നോട്ട്സ് കൂടി എല്ലാവരും വായിച്ചു നോക്കുക. അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.